ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച ആദ്യം പുറത്തുവിട്ടത് ജനം TV. പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. കൊണ്ടുപോയ പാളികൾ എത്രയും വേഗം തിരികെ എത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. നിവൃത്തിയില്ലാതെ ദേവസ്വം വിജിലൻസ് അന്വേഷണം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തുടർന്ന് ജനം TV. ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ ആ ചെമ്പുപാളിയിൽ സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു. കംപ്ലീറ്റ് സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെയിറ്റ് നോക്കി അത് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒരു 100-300 പേജ് വരും. അത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഈ സ്വർണ്ണ വാതിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉത്തരം മുട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഒരു കാര്യം ചോദിക്കാനില്ല, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കുഴപ്പമില്ല. നിയമ നടപടിയുമായി ശബരിമല കർമ്മസമിതിയും വിശ്വ ഹിന്ദു പരിഷത്തും. ശ്രീ പ്രശാന്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസത്തില് വീണ്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യില് ഈ ദ്വാരപാലക ശില്പം കൊടുത്തയക്കുന്നത്. അത് അദ്ദേഹം പറയുന്നില്ല. അതായത് കള്ളന് കൂട്ടു നിൽക്കുന്ന പണിയാണ് ഈ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം 2019 ഉദ്യോഗസ്ഥരുടെ കുറ്റം പറയാണ്. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കൃത്യമായിട്ടും കേരള സർക്കാരും ദേവസ്വം ബോർഡും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സംശയകരമായി തെളിയിക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി അന്വേഷണം വേണം. വിടാതെ പിന്തുടർന്ന ടീം ജനം. ജനം TV അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം.